അവിട്ടത്തിൽ അര, ചതയം, പൂരൂരുട്ടാതി മുക്കാല് ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭൻ രാശിയിലുള്ളത്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 5-ൽ നിന്നും 6-ലേക്ക് ഒരു സുസ്ഥാനത്ത് നിന്നും ദുസ്ഥാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ഉച്ചനായിട്ടാണ് ദുസ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ കുംഭൻ രാശിയുടെ 12-ലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. കുംഭൻ രാശിയുടെ 10-ലേക്ക് വൃശ്ചികത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. കുംഭൻ രാശിയുടെ 2-ലേക്ക് ദൃഷ്ടിയുണ്ട്. 12 നമുക്കറിയാം വ്യയസ്ഥാനമാണ്. അപ്പോൾ എത്ര പൈസ, 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനം. അപ്പം ധനസ്ഥാനത്ത് നിന്ന് വ്യാഴം എന്തൊക്കെ കൊടുക്കുന്നുവോ അതെല്ലാം തന്നെ ഈ 12-ലേക്കുള്ള ദൃഷ്ടി കാരണം ഇത് നഷ്ടപ്പെടാൻ മതി. അപ്പം ഇങ്ങനെ കൂടുതൽ വരവും കൂടുതൽ ചെലവുള്ളൊരു കാലമാണ്. എത്ര പൈസ കിട്ടിയാലും കയ്യിലിരിക്കാത്തൊരു കാലമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊടുക്കുന്നത്. അപ്പം വ്യാഴം ഈ കുംഭൻ രാശിക്കാർക്ക് ഗുണങ്ങളും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാവുക. അപ്പം ഒരു വർഷം ഇവർ 5-ൽ നിന്നതായുള്ള എല്ലാ സൗഭാഗ്യങ്ങളും, കാരണം നല്ല ഒത്തിരി പൈസയൊക്കെ ഇവർക്ക് കിട്ടിക്കാണും, സന്താനങ്ങളെ കൊണ്ടുള്ള നല്ല ഇതെല്ലാം കിട്ടിക്കാണും. അതെല്ലാം പെട്ടെന്ന് 6-ലേക്ക് വരുമ്പോൾ വ്യാഴം അതെല്ലാം തന്നെ തട്ടിയെടുക്കുന്ന മാതിരി പെട്ടെന്നായിരിക്കില്ല, സാവധാനം പൈസയൊക്കെ ഉണ്ടാകും. ഈ പൈസ എവിടെ പോണു എന്നുള്ളതിന് ഇവർക്ക് തന്നെ ചിന്തിക്കുക. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഈ പൈസ എവിടെ പോയി, ഞാൻ ആർക്ക് കൊടുത്തു, എങ്ങനെ ഈ പൈസ ഇത്രയും തീർന്നു എന്നൊരു അവസ്ഥ ഈ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്ത് തോന്നാൻ മതി. പിന്നെ കുംഭത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി 2-ൽ നിൽക്കുന്നത് കാരണം ആ 2-ൽ നിൽക്കുന്ന ആ 2-ാം ഭാവം വരുമാനമായത് കാരണം കുംഭത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയെ തന്നെയാണ് ഈ വ്യാഴം നോക്കുന്നത്. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് പൈസ കിട്ടും, പോണ വഴി ഇവർക്ക് തന്നെ അറിയില്ല. അതാണ് അവരുടെ അവസ്ഥ. പൂരൂരുട്ടാതി കാല്, ഉത്തരട്ടാതി, രേവതി ഉൾപ്പെടുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശിയിൽ ഉൾപ്പെടുന്നത്. മീനൻ രാശി നമ്മൾക്കറിയാം രാശി ചക്രത്തിലെ 12-ാമത്തെ രാശിയാണ്. ആചാര്യന് മത്സ്യവും എന്നും പറഞ്ഞാൽ തുടങ്ങുന്നതിന്. അപ്പം 12-ാമത്തെ രാശിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പം മീനൻ രാശിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ മീനൻ രാശിക്കാർക്ക് വ്യാഴം മാറുന്നത് സുസ്ഥാനമായി 4 വേറൊരു സുസ്ഥാനമായി 5-ലേക്കാണ് മാറുന്നത്. 5-ലേക്കുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി 5-ൽ നിന്നുകൊണ്ട് 5-ൽ നിൽക്കുന്നതല്ല വ്യാഴം മീനൻ രാശിയുടെ 11-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, മീനൻ രാശിയുടെ 9-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഈ 2 നല്ല സുസ്ഥാനങ്ങൾ തന്നെയാണ്. 9 എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനവുമാണ്, 11 പറയുമ്പോൾ ആയസ്ഥാനം, വരുമാനത്തിൻ്റെ സ്ഥാനമാണ്. ഭാഗ്യവും വരുമാനവും എല്ലാം ഒരുമിച്ച് കിട്ടുന്നൊരു അനുഭവം ഈ മീനൻ രാശിക്കാർക്കുണ്ടാകും. പിന്നെ മീനൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പം മീനൻ രാശിയിലേക്കുള്ള നോട്ടവും ജന്മശനിയുടേതായുള്ള ദൂഷ്യങ്ങളെ മീനൻ രാശിക്കാർക്ക് വളരെ കുറച്ച് കൊടുക്കുന്നതായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം. അപ്പം എല്ലാം കൊണ്ടും മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം എല്ലാ വിധത്തിലും ഗുണകരമായൊരു മാറ്റമാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇതാണ് മീനൻ രാശിക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന സാമാന്യ ഫലങ്ങൾ.